ഹലോ, അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വാട്ടർ ലില്ലി ഒരു 2 വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറുമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കുറച്ച് വാട്ടർ ലില്ലി 5-6 പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ വാട്ടർ ലില്ലി. അപ്പം വേണ്ടവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക, കോളുകൾ ഒഴിവാക്കുക കേട്ടോ. അതുപോലെ ഗൂഗിൾ പേ നമ്പർ ഓർഡർ എടുത്തതിന് ശേഷം തരുന്നതായിരിക്കും. ഗൂഗിൾ പേ നമ്പർ ഈ നമ്പർ ഗൂഗിൾ പേ നമ്പറല്ല കേട്ടോ, വാട്സപ്പ് നമ്പർ ഗൂഗിൾ പേ നമ്പറല്ല, ഓർഡർ എടുത്തതിന് ശേഷമായിരിക്കും തരുന്നത്. അപ്പോൾ DTDC വഴിയാണ് ആമ്പലുകളെല്ലാം അയക്കുന്നത് കേട്ടോ. അപ്പം വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ ഇതാണ് ഫസ്റ്റ് വെറൈറ്റി. ഇത് ഒരു സീഡ്ലിംഗ് ആണ്. സീഡ്ലിംഗ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 100 രൂപയാണ് കേട്ടോ. ഇതാണ് ഫ്ലവർ, റേറ്റ് 100 രൂപയാണ്. അപ്പോൾ സീഡ്ലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് സംശയമുണ്ട് സീഡ്ലിംഗ് എന്താണെന്ന്. ചിലരുടെ മനസ്സിൽ ചെറിയ തൈയാണ് സീഡ്ലിംഗ് എന്നാണ്. ആമ്പലിൻ്റെ കേസിൽ ഒരിക്കലും സീഡ്ലിംഗ് എന്ന് പറയുന്നത് ചെറിയ തൈയല്ല. ഏതെങ്കിലും ഒരു വാട്ടർ ലില്ലിയുടെ വിത്ത് വീണുണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ, ആമ്പലിൻ്റെ കേസിൽ. അതേസമയം നമ്മൾ അഗ്ലോണിമയുടെയൊക്കെ ചെറിയ പ്ലാന്റിനെ നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയുന്നു. അതേസമയം ആമ്പലിൻ്റെ കേസിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ വിത്ത് വീണ് ഉണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാലക്സി എന്ന് പറഞ്ഞൊരു വെറൈറ്റി വാട്ടർ ലില്ലിയുടെ വിത്ത് വീണുണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഗാലക്സിയുടെ അതേ സ്വഭാവം കാണിക്കത്തില്ല. ചിലപ്പോൾ ലീഫിന് വ്യത്യാസം വരും, പെറ്റൽസിന് വ്യത്യാസം വരും, ചിലപ്പോൾ കളറിന് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഗാലക്സിയുടെ കിഴങ്ങിൽ നിന്നുണ്ടാകുന്ന തൈക്ക് മാത്രമേ ഗാലക്സിയുടെ സെയിം സ്വഭാവം കാണിക്കുകയുള്ളൂ. അതിൻ്റെ വിത്ത് വീണുണ്ടാകുന്നതിനെ സീഡ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ വിത്ത് വീണുണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം സ്വഭാവം കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ള വാട്ടർ ലില്ലിയുടെ ഇപ്പം പോളിനേഷൻ നടന്ന് ഉണ്ടാകുന്നതായിരിക്കും വിത്ത്. അതിനകത്ത് മറ്റുള്ള തേനീച്ച വന്നിരുന്ന് അപ്പോൾ പോളിനേഷൻ നടന്ന് അപ്പോൾ ആ മറ്റൊരു വാട്ടർ ലില്ലിയുടെ ക്രോസ് ആയിട്ട് വന്ന് അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സെയിം സ്വഭാവം ഗാലക്സിയുടെ സെയിം സ്വഭാവം കാണിക്കത്തില്ല. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് എന്നോടൊന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ശരിക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഒത്തിരി ലെങ്തായി പോകും, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കലും സീഡ്ലിംഗ് എന്ന് പറയുന്നത് വിത്ത് വീണുണ്ടാകുന്നതിനെയാണ് സീഡ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇലയിൽ നിന്ന് തൈകൾ മുളയ്ക്കുന്നതിന് അതിൻ്റെ പേരിട്ടാണ് വിളിക്കേണ്ടത്, അല്ലാതെ ഒരിക്കലും ചെറിയ തൈയെ സീഡ്ലിംഗ് എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ്, 100 രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത വെറൈറ്റി ലക്ഷ്മി ചാനാണ് കേട്ടോ. ലക്ഷ്മി ചാൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 350 രൂപയാണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ലക്ഷ്മി ചാന. ഈ ഒരു സെയിം ഫ്ലവറിങ് പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത്. ഇതിപ്പം ഫസ്റ്റ് ഫ്ലവറാണ്. ഇതിൻ്റെ മച്ചുവറായിട്ടുള്ള ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇത് ഫസ്റ്റ് ഫ്ലവറാണ്. നല്ല ഭംഗിയാണ് അതിൻ്റെ കാണാൻ. ഇത് കണ്ടില്ല, ഞാൻ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തേക്കാം. 350 രൂപയാണ് ലക്ഷ്മി ചാൻ്റെ റേറ്റ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത വെറൈറ്റി കഹോയിൻസോൺ എന്ന് അതിൻ്റെ ബഡ് വന്ന പ്ലാന്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് സൈസ്. കണ്ടില്ല, ബഡുണ്ട്. ഇതൊരു താമരയുടെ പോട്ടിലാട്ടോ വെച്ചിരിക്കുന്നത്. കണ്ടത് താമരയുടെ ലീഫ് കാണുന്നത്. ഇത് ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് 400 രൂപയാണേ. മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സീഡ്ലിംഗ് ആണ്. ഈ സീഡ്ലിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപയാണ് കേട്ടോ. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. സീഡ്ലിങ്ങിൻ്റെ റേറ്റ് 120 രൂപയാണ്. അടുത്തത് സിലമാനി എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയാണ്. ഈ സെയിം പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത്. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു നങ്വാങ് വെറൈറ്റിയാണ് കേട്ടോ. ഫ്ലവറിന് ചുറ്റും ലീഫുകൾ ഒക്കെ ഉണ്ട്, റെഡ് ഡാലിയൊക്കെ പോലെ. 250 രൂപയാണ് കേട്ടോ റേറ്റ്. അടുത്തത് വൈറ്റ് പേളാണ്. വൈറ്റ് പേളിൻ്റെ ബഡ് വന്ന ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് 150 രൂപയാണ് കേട്ടോ. ഇതാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. പൂൺസബ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. പൂൺസബിൻ്റെ ബഡ് വന്ന പ്ലാന്റാണ് സെയിലിനായിട്ടുള്ളത്. പൂൺസബിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 300 രൂപയാണ്. ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പൂൺസബ്. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റേറ്റ് 300 രൂപയാണ്. ഇത് പിങ്ക് കൊളറാട്ട എന്ന് പറഞ്ഞ വാട്ടർ ലില്ലിയുടെ പ്ലാന്റാണ് കേട്ടോ. പിങ്ക് കൊളറാട്ടയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ്
80 രൂപയാണേ. പിങ്ക് കളറാട്ടോ. ഇത് അമോർജിയ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ. അമോർജിയയുടെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വലിയ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ അമോർജിയ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 120 രൂപയാണേ. 120 ആണ് റേറ്റ്. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ദുലേഖ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ തന്നെ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റണ്ണർ സെയിലിനായിട്ടുണ്ട്. ഇതാണ് റണ്ണർ ഇന്ദുലേഖ. നമുക്ക് ട്യൂബർ കിട്ടത്തില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. കണ്ടില്ല, ബഡൊക്കെ വന്ന് നിൽപ്പുണ്ട് റണ്ണറിൻ്റെ അകത്ത്. ഇത് 2 ബഡ് നിൽപ്പുണ്ട്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ ഇന്ദുലേഖ. ഇതുണ്ടല്ലേ, ഞാൻ റണ്ണർ ഇത് പൊക്കി ഇട്ടിരിക്കുന്നതാണ്. ഇതാണ് റണ്ണർ കേട്ടോ. ഇത് 3 എൻ്റെ അടിയിൽ നിന്നാണ് കട്ട് ചെയ്ത് തരുന്നത്. 4 ഗ്രോത്തിപ്പോട് കൂടിയാണ് കേട്ടോ കട്ട് ചെയ്ത് തരുന്നത്. 4 ലീഫ് ഉണ്ടായിരിക്കും. ഇത് കണ്ടില്ലേ, ഓരോ ലീഫിനകത്തും ബഡ് വന്നിരിക്കും കേട്ടോ. ഇതാണ് ഇന്ദുലേഖയുടെ ഫ്ലവർ പിക്ക്. നല്ലൊരു ട്രോപ്പിക്കലാണ്, കേരളത്തിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപയാണേ. ഇത് നിത്യ എന്ന് പറഞ്ഞ ബൗൾ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ. ചെറിയ ട്യൂബറാണ്. നിത്യ ബൗൾ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ചെറിയ ട്യൂബറാണ് കേട്ടോ കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, 3-4 ഗ്രോത്തിപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 200 രൂപയാണ്. നിത്യ ട്യൂബർ കിട്ടില്ലാത്ത വെറൈറ്റിയാണ് കേട്ടോ. അധികം ട്യൂബർ നമുക്ക് കിട്ടത്തില്ല. കിട്ടിയാൽ തന്നെ ചെറിയ ട്യൂബറായിരിക്കും കിട്ടുന്നത്. ഒരേ സമയം ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നിത്യ. നല്ല ഭംഗിയാണ്. ഇനിയിപ്പം ഫ്ലവറെല്ലാം ചെയ്യുന്ന സമയമായിട്ടുണ്ട്. താമരയുടെ പൂക്കാലം അല്ലെങ്കിൽ താമരയുടെ സീസൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം മേടിച്ച് വയ്ച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് നല്ല ട്രോപ്പിക്കൽ കേരളത്തിൻ്റെ വെറൈറ്റിയാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നിത്യ. ഇത് സുഭദ്ര എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ. സുഭദ്ര നല്ലതായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. 2-3 ഫ്ലവറൊക്കെ ഒന്നിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി കൂടെയാണ് കേട്ടോ സുഭദ്ര. നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഈ ട്യൂബറിൻ്റെ റേറ്റ് 150 രൂപയാണേ. പക്ക ട്രോപ്പിക്കലായിട്ടുള്ള വൈഡൂര്യയുടെ ഈ സൈസിലുള്ള ട്യൂബറാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ചെയ്യും. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ. ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ട്യൂബർ കുറച്ച് ചെറിയ ട്യൂബറാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 200 രൂപയാണേ. ഇത് ഒന്നുകിൽ കാവേരിയാണ് അല്ലെങ്കിൽ അഫെക്ഷൻ സിസ്റ്റീനാണ് കേട്ടോ. അഫെക്ഷൻ സിസ്റ്റീനാണെന്ന് തോന്നുന്നില്ല. ഒരു പോട്ടിൽ എനിക്ക് 2 ഫ്ലവറും വിരിഞ്ഞു. അഫെക്ഷനും വിരിഞ്ഞു, കാവേരിയും വിരിഞ്ഞു. അപ്പം 2 ട്യൂബർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാവേരിയുടെ ട്യൂബറാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അഫെക്ഷൻ്റെ ആണെന്ന് തോന്നുന്നില്ല. ഇത് കാവേരിയുടെ ട്യൂബറാണെന്ന് തോന്നുന്നു. ട്യൂബറിൻ്റെ സൈസ് കണ്ടിട്ട് കാവേരിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഈ ട്യൂബറിൻ്റെ റേറ്റ് വന്നിരിക്കുന്ന 60 രൂപയാണ്. കാവേരിയോ അഫെക്ഷനോ ഇല്ലാത്ത ആൾക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ. 2 വെറൈറ്റീസും ഇല്ലാത്ത ഒരാൾക്ക് മേടിക്കാവുന്ന ട്യൂബറാണ് കേട്ടോ. ഇത് 60 രൂപയാണ് റേറ്റ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ ട്യൂബേഴ്സോ വാട്ടർ ലില്ലീസോ വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഞാൻ ആദ്യം 2 ട്യൂബേഴ്സ് ഉള്ളതെന്നാണ് പറഞ്ഞു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴാണ് 3 ട്യൂബേഴ്സും കൂടെ കിടക്കുന്നത്. അപ്പോൾ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.